ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ അനുമോള് നമ്മുടെ ജീവനോട് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനായിട്ട് ചെന്നിരിക്കുക. അപ്പോൾ എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ നിൽക്കുന്ന അനുവിനോട് ജീവൻ പറയും, എടോ തനിക്കെന്താ പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് ഞാനെന്ന് കരുതുകയേ വേണ്ട. തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, തനിക്ക് എന്തും തുറന്നു പറയാൻ കഴിയുന്ന തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കരുതുക. അപ്പം എനിക്ക് പറഞ്ഞു തുടങ്ങുന്നതിൽ ഈ ബുദ്ധിമുട്ടങ്ങ് മാറിക്കിട്ടൂന്നേ. എന്ത് വേണേലും എന്നോട് തുറന്നു പറയാം എന്ന് വീണ്ടും ജീവൻ പറയണം കേട്ടോ. അത് കേൾക്കുമ്പം നമ്മുടെ അനുവിന് നല്ലതായിട്ട് കംഫർട്ട് തോന്നുവാണേ. പെട്ടെന്ന് അനു പറയും, അത് പിന്നെ ജീവൻ, എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നേ, അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതൊക്കെ സ്വാഭാവികമല്ലേടോ, പഠിക്കുന്ന പ്രായത്തിൽ ഏതൊരു കുട്ടിക്കും ഉണ്ടാകുന്നതേ തനിക്കും ഉണ്ടായിട്ടുള്ളൂ, താൻ കാര്യം പറ എന്ന് ജീവൻ വീണ്ടും പറയും. അപ്പോൾ പറയും, അത് സീരിയസ് റിലേഷൻഷിപ്പ് ആയിരുന്നു, അയാളെ തന്നെ കല്യാണം കഴിക്കുമെന്നുമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ പോകെ പോകെ എനിക്ക് മനസ്സിലായി അത് വളരെ ടോക്സിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണെന്ന്. അയാൾ എന്നിൽ നിന്നും ആഗ്രഹിക്കുന്നത് മറ്റു പലതുമാണെന്ന്. അത് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തു. ഇപ്പം അയാളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് ജീവനോട് അനു പറയൂട്ടോ. ഇതാണോ തനിക്ക് പറയാനുള്ള കാര്യം? അതെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി എന്താണെന്ന് വെച്ചാൽ ജീവന് തീരുമാനിക്കാം. ഇതിലെന്താണോ ഇത്ര തീരുമാനിക്കാനുള്ളത്? പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും പ്രണയബന്ധങ്ങൾ ഉണ്ടാകും. എനിക്കും ഉണ്ടായിരുന്നു പഠിക്കുന്ന പ്രായത്തിൽ, അതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. ആ കുട്ടിയെ തന്നെ കല്യാണം കഴിക്കുമെന്ന് ഓൾമോസ്റ്റ് ഞാൻ തീരുമാനിച്ചതുമാണ്. അത്രയ്ക്ക് സിൻസിയറായിട്ട് എനിക്ക് ആ കുട്ടിയോട് പ്രണയമായിരുന്നു. പക്ഷേ എന്നിൽ നല്ലൊരാൾ വന്നപ്പം അവൾ എന്നെ നൈസായിട്ട് തേച്ചിട്ട് പോയി. അതിൻ്റെ ചില ഡിപ്രഷൻസൊക്കെ കുറച്ച് കാലം എനിക്കുണ്ടായിരുന്നു. പിന്നീട് കല്യാണം ഒക്കെ കേൾക്കുന്നത് തന്നെ എനിക്കെന്തോ ദേഷ്യം പോലെയായിരുന്നു. പിന്നെ പോകെ പോകെ എനിക്ക് മനസ്സിലായി ഇതൊക്കെ സ്വാഭാവികമാണോ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും, പ്രണയബന്ധങ്ങളും ഉണ്ടാകും. ചിലർ അവരെ തന്നെ കല്യാണം കഴിക്കും, മറ്റു ചിലർക്ക് അതത്ര സക്സസ് ആവില്ല. താൻ ഇതോർത്താണോ ഇത്ര ടെൻഷൻ അടിച്ചത്? തനിക്കിപ്പം ആ അയാളുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലല്ലോ. ഇല്ല ജീവൻ, അയാളെ ഞാൻ വേണ്ടെന്ന് വെച്ചത് തന്നെയാണ്. അങ്ങനെയാണ് പിന്നെ അതിനെപ്പറ്റി താൻ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. അത് തൻ്റെ പാസ്റ്റാണ്. അതുപോലെ എൻ്റെ പാസ്റ്റ് ഞാനും തന്നോട് പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഇക്കാര്യത്തിൽ തുല്യ ദുഃഖിതർ തന്നെയല്ലേ. തനിക്കും ഉണ്ടായിരുന്നു ഒരു റിലേഷൻഷിപ്പ്, എനിക്കും ഉണ്ടായിരുന്നു റിലേഷൻഷിപ്പ്. അപ്പോൾ സെയിം ടു സെയിം ആയല്ലോ. ഇനി താൻ ഇത് ഓർത്തുകൊണ്ട് ഒരു വിധത്തിലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. എങ്കിലും ജീവനോട് ഇതൊക്കെ തുറന്നു പറയണമെന്ന് എനിക്ക് ആദ്യം മുതലേ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് കാണാനായിട്ട് ഞാൻ വരാൻ പറഞ്ഞത്. ഇതൊക്കെ തുറന്നു പറയാനുള്ള തൻ്റെ ഈ മനസ്സുണ്ടല്ലോ, അത് തന്നെ വളരെ നല്ലതാടോ എന്ന് ജീവൻ പറയാം. തൻ്റെ മനസ്സിപ്പോൾ ക്ലിയർ ആയില്ലേ, എന്നോടൊന്നും ഒളിച്ചു വെക്കുന്നില്ല എന്നൊരു തോന്നലുണ്ടായില്ലേ, ഇപ്പം സമാധാനത്തോടെ എനിക്ക് മുന്നോട്ട് പോകാലോ എന്ന് ചോദിക്കുക. അതേ ജീവൻ എന്ന് പറയാം. എങ്കിലേ സമാധാനപ്പെട്, താൻ സന്തോഷമായിട്ടിരിക്കുക എന്ന് ജീവൻ അനുമോളോട് പറയാൻ കേട്ടോ. എന്നിട്ട് ജീവൻ തൻ്റെ കൈ നീട്ടി കാണിക്കുകയാണ് ഷേക്കാൻഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ അനുവും ആ കൈ കയറി പിടിക്കാൻ കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും പിരിയാണേ. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നമ്മുടെ മീനുവും ഇത്രയും അവിടെ നിൽപ്പുണ്ട്. അവരോടും ജീവൻ യാത്ര പറഞ്ഞ് കൈ കാണിക്കുവാണ് കേട്ടോ. എങ്കിലേ ഞാൻ പോട്ടെടോ, എനിക്കിന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, ബാങ്കിലും ഒരുപാട് ജോലിയുണ്ട്. എങ്കിലും താൻ എന്നെ കാണണമെന്ന് പറഞ്ഞതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ജീവൻ അവിടെ നിന്ന് പോവുക. ജീവൻ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അനു ഏടത്തിമാരുടെ അടുത്തേക്ക് ചെല്ലുക. എന്താ അനു, നീ നിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞോ എന്ന് മിത്ര ചോദിക്കും. പറഞ്ഞെടുത്തി, ജീവൻ നല്ല ആളാ എന്ന് മീനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അനു പറയും. എൻ്റെ അച്ഛൻ എനിക്ക് കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന ആളെ ഒരുപാട് യോജിച്ച ആളാണ് എനിക്ക്. അത്രയ്ക്ക് നല്ല മനസ്സാ, എന്ത് നല്ല പെരുമാറ്റമാണെന്നോ, ഞാൻ ഒരുപാട് ഇമ്പ്രസ്സാ ജീവൻ്റെ കാര്യത്തിൽ എന്ന് നമ്മുടെ അനു പറയാണ് കേട്ടോ. അപ്പം ഏടത്തിമാർക്കും അനുവിൻ്റെ ഈ സന്തോഷം കാണുമ്പം ഒരുപാട് സന്തോഷം തോന്നുവാണ്. അതേസമയം അലോകിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. അവരുമായിട്ട് സംസാരിച്ച് നിൽക്കുക. ഇപ്പം എൻ്റെ പിന്നാലെ നടന്നിട്ട് അവൾ വേറൊരുത്തിൻ്റെ കൂടെ കല്യാണം കഴിച്ച് പോകാൻ നോക്കുക എന്ന് അലോക് അവരോട് പറയും. അത് കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് പറയും, എടാ അനുവിൻ്റെ സ്വഭാവം അനുസരിച്ച് അവൾ നിന്നെ തേക്കുമെന്ന് നിങ്ങൾക്ക് നേരത്തെ തോന്നിയതാ. ആ വീട്ടിലെ ചെല്ലക്കുട്ടിയല്ലേ അവളുടെ അച്ഛനും അമ്മേനും ധിക്കരിച്ച് നിൻ്റെ ഒപ്പം പോരാനൊന്നും അവൾക്ക് ഈ ജന്മം സാധിക്കില്ല. എടാ അവൾ ആരെയും കെട്ടിപ്പോട്ടടാ, നിനക്കിപ്പോൾ എന്താ എന്ന് അപ്പം അവന്മാർ ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പം അലോക് പറയും, അവളെ എൻ്റെ പിന്നാലെ ഞാൻ വരുത്തിച്ചത് അങ്ങനെ വെറുതെ ഉപേക്ഷിക്കാനൊന്നും അല്ല, പലതും മനസ്സിൽ കണ്ടുകൊണ്ടാ, ഞാനൊരു നിർഗുണ വാഴിയാണെന്ന് നിനക്കൊക്കെ തോന്നുന്നുണ്ടോടാ എന്ന് അപ്പം അലോക് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുക. അനുവിനെ എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല, അങ്ങനെ നഷ്ടപ്പെട്ടാലേ അത് ഒരുപാട് നഷ്ടങ്ങൾക്ക് കാരണമാകും. എൻ്റെ അച്ഛൻ എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തെന്നറിയാമോ? ഞാൻ വെറും തോൽവിയാണെന്ന് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. നിനക്കൊക്കെ അറിയാവോടാ, വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ്.
അമ്മാതിരി ടോർച്ചറിങ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നിലുണ്ടായിരുന്ന വിശ്വാസം മുഴുവനും നഷ്ടപ്പെട്ടു. വെറും വേസ്റ്റായിട്ടാ അവരെന്നെ ഇപ്പം കാണുന്നത്. അതൊക്കെ എനിക്ക് മാറ്റണമെങ്കിൽ അവളെ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അനുവിൻ്റെ കല്യാണം നടന്ന ഞാൻ തീർന്നു. പലതും മനസ്സിൽ കണ്ട അവളെ ഞാൻ പ്രണയിച്ച് വളച്ച് കുപ്പിയിലാക്കിയത്. അതൊന്നും നഷ്ടപ്പെടുത്താൻ എനിക്ക് പറ്റില്ല. എൻ്റെ കുടുംബത്തോട് ബാലൻ ചെയ്ത ചതി അത് നിങ്ങൾക്കും അറിയാലോ. എന്നിട്ട് നിങ്ങൾക്കൊക്കെ എന്നോട് എങ്ങനെ പറയാൻ തോന്നി? ദേവമംഗലത്തുകാരോട് അടിക്കാനുള്ള വടിയായിരുന്നു ആ അനുശ്രീ. അവളെ എനിക്കങ്ങനെ നഷ്ടപ്പെടാൻ പാടില്ല, നഷ്ടപ്പെടുത്തുകയുമില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാണെങ്കിലും ഈ കല്യാണം മുടക്കണം, അതുമാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. അതിന് ഞാൻ എത്ര നെറുകെട്ട കളിയും കളിക്കും. അവളുടെ പേര് ഞാൻ എത്ര തല്ലുകൊണ്ടു. ദേവമംഗലത്തുകാർക്കൊക്കെ തോന്നുമ്പം എടുത്തു പെരുമാറാൻ ഞാനെന്താ ചെണ്ടയാണോ? എനിക്ക് കിട്ടിയതിനൊക്കെ ചേർത്ത് ഞാൻ തിരിച്ചു കൊടുക്കും. ഈ കല്യാണം ഞാൻ നടത്തില്ല. അവളങ്ങനെ ഒരുത്തിൻ്റെ ഒപ്പം സമാധാനത്തോടെ ജീവിക്കേണ്ട. ദേവമംഗലത്തെ ബാലനും മക്കളും നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് നിൽക്കണം. അങ്ങനത്തെ അവസ്ഥ ഞാൻ അവരെ എത്തിക്കും. എൻ്റെ പൊന്നളിയാ, ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞാൽ നീ മനസ്സിലാക്കണം. എന്താണ് നിനക്കൊക്കെ പറയാനുള്ളത്? അനു നിന്നെ ഇട്ടിട്ട് പോയി. അവൾ നിങ്ങളുടെ കൂടെ നിൽക്കാതെ നീ എങ്ങനെയാടാ കല്യാണം മുടക്കുക എന്ന് ചോദിക്കും. ഈ കല്യാണം മുടക്കാൻ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമോ? അത് മാത്രമേ എനിക്ക് അറിയേണ്ടത് എന്ന് കൂട്ടുകാരോടൊപ്പം അലോക് ചോദിക്കുക. എന്തലമിന് ഞങ്ങൾ നിൻ്റെ കൂടെ ഉണ്ട്. എന്ത് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. മച്ചാനെ, നിനക്ക് ഫോട്ടോഷോപ്പ് അറിയോ എന്ന് അലോക് അപ്പോൾ ഒരുത്തിനോട് ചോദിക്കും. അത് എന്താ നിനക്ക് വേണ്ടത്? AI പരിപാടി ഇപ്പം എല്ലാം എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതാകുമ്പോൾ നല്ല ഒറിജിനൽ പോലെ ഉണ്ടാകില്ലേ എന്ന് അലോക് വീണ്ടും ചോദിക്കുക. എനിക്കും അതാ വേണ്ടേ. നിന്റെ ഐഡിയ എന്താടാ എന്ന് അപ്പോൾ കൂട്ടുകാർ ചോദിക്കുകയാണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനുള്ള നിന്റെ കഴിവ് ഉപയോഗിച്ച് അനുശ്രീക്ക് ഞാൻ നല്ലൊരു നൈസ് പണി കൊടുക്കാൻ പോവാ എന്ന് അലോക് പറയുവേ. എന്തു പണി? എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് അപ്പം അവർ ചോദിക്കുക. പൊന്നു മോളെ അനുശ്രീ, നിനക്കിട്ട് 8ന്റെ പണി വരുന്നുണ്ട്. നിന്നെ ഞാൻ എൻ്റെ വഴിക്ക് തന്നെ കൊണ്ടുവരും. നിന്റെ കുടുംബമാണല്ലോ നിനക്കെല്ലാം. ആ കുടുംബത്തെ വെച്ച് തന്നെ നിന്നെ ഞാൻ തകർക്കുവടി. നീ എൻ്റെ പിന്നാലെ കരഞ്ഞുകൊണ്ട് വരും. അതിനുള്ളതൊക്കെ ഈ അലോകിനറിയാം എന്ന് അലോക് പറയാം. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെറ്റത്തരം ചെയ്യാനും ഞങ്ങളുണ്ടടാ എന്നും പറഞ്ഞ് അലോകിൻ്റെ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആനന്ദ റൂമിൽ രാത്രി ദേവമംഗലത്ത് ഓരോ ജോലിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തേക്ക് ദേവി ചെല്ലുക. ആനന്ദേട്ടൻ തിരക്കിലാണോ? എന്താ കാര്യം? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് ദേവി പറയും. എന്ത് കാര്യങ്ങൾ സംസാരിക്കാൻ? നമ്മുടെ ബാലച്ചനെക്കുറിച്ചാ എന്ന് പറയും. അച്ഛനെക്കുറിച്ചോ? അച്ഛനെക്കുറിച്ച് നിനക്കെന്താ സംസാരിക്കാനുള്ളത് എന്ന് അപ്പോൾ ചോദിക്കുക. എന്താ പറയാനുള്ളത്? എന്താണെങ്കിലും പറഞ്ഞോ. അല്ല, അനുമോക്ക് 75 പവൻ്റെ സ്വർണവും 10 ലക്ഷം രൂപയും FDയും പിന്നെ പയ്യന് പുതിയ കാറും ഒക്കെ കൊടുക്കുമെന്നല്ലേ ബാലച്ചൻ പറഞ്ഞ്? അതെ, എന്താ നിനക്കത് ഇഷ്ടപ്പെട്ടു? സ്വർണത്തിനും കാർ വാങ്ങാനുള്ള പണമൊക്കെ ബാലച്ചൻ ചിലപ്പം എവിടെന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയതായിരിക്കും, പലിശക്കായിരിക്കും വാങ്ങുന്നത് എന്ന് ദേവി പറയാം. ഇത്രയും വലിയ തുകയുടെ പലിശ ബാലച്ചനെ കൊണ്ട് ഒറ്റയ്ക്ക് താങ്ങാൻ പറ്റുമോ? ഞാൻ ഇതൊക്കെ ചിന്തിക്കുമായിരുന്നു ആനന്ദേട്ട എന്ന് പറയണം കേട്ടോ. അപ്പം ഇത് കേൾക്കുമ്പം ആനന്ദും അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുവാണേ. അച്ഛൻ അങ്ങനെ ചെയ്യുമോ? പലിശയ്ക്കായിരിക്കുമോ ഇതൊക്കെ മേടിക്കുന്നത് എന്നൊക്കെ ആനന്ദൻ ചിന്തിക്കുക. നീ എന്താ പറഞ്ഞു വരുന്നേ? ആനന്ദേട്ടൻ ബാലച്ചനോടൊന്ന് സംസാരിക്കണം, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. പലിശയ്ക്കൊന്നും പണം എടുക്കാൻ സമ്മതിക്കരുത് എന്ന് ദേവി ആനന്ദനോട് പറയാം. ഇനി അഥവാ പലിശയ്ക്ക് എടുത്തേ പറ്റുന്നാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പലിശയ്ക്ക്, അതും വളരെ ചെറിയ തുകയ്ക്ക് പലിശയ്ക്ക് എടുക്കാവൂ എന്നൊന്ന് പറയാവോ എന്ന് ആനന്ദനോട് ദേവി പറയണം കേട്ടോ. അല്ല, ഈ കല്യാണത്തിന് ബാലച്ചൻ എത്ര രൂപയാണ് സ്വരുകൂട്ടി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. അല്ല, ബാലച്ചൻ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന തുക എത്രയാണെന്ന് അറിയാൻ പറ്റുമോ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ തികയാതെ വരുന്ന പണമേ ആനന്ദേട്ടനും ആകാശും ആര്യനും എല്ലാവരും കൂടി ഒന്ന് സംഘടിപ്പിക്കണം. അപ്പം കൂടുതൽ കടം ഉണ്ടാകില്ലല്ലോ. അല്ലെങ്കിൽ ബാലച്ചൻ വലിയൊരു കടക്കാരനായി പോകും. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ആനന്ദ് പെട്ടെന്ന് ചിരിക്കും കേട്ടോ. അല്ല, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക. നിന്റെ തന്ത ആ കോടീശ്വരനുണ്ടല്ലോ, എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് ആവശ്യമായ തുക ഇവിടെ എത്തിച്ചു തരാൻ നിന്റെ തന്തയോട് പറയടി എന്ന് ആനന്ദ് അപ്പം ദേവിയോട് പറയണം കേട്ടോ. ഈ കോടീശ്വരനായ ഉദയഭാനു സാറിനെ ഞങ്ങളെ സഹായിക്കാൻ പറ്റില്ലേ? അങ്ങനെയാണ് എൻ്റെ അച്ഛൻ കടക്കാരനാകില്ലല്ലോ. എൻ്റെ പൊന്ന ആനന്ദേട്ടാ, ഞാൻ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയെ കരുതിയല്ലേ പറഞ്ഞത്. അതിന് എന്നെ എന്തിനിങ്ങനെ പരിഹസിക്കുന്നത്? നീ മനസ്സിൽ കാണുമ്പോഴേ ഞാനങ്ങ് മാനത്ത് കാണും, മനസ്സിലായോടി എന്ന് ദേവിയോട് ആനന്ദ് ചോദിക്കാം.
നീ അച്ഛൻ്റെ പേരും പറഞ്ഞിട്ട് എന്നെ ഇമോഷണലായിട്ട് ലോക്ക് ചെയ്യാനുള്ള പ്ലാനാണെന്നേ എനിക്ക് മനസ്സിലായി കേട്ടോ ദേവി. നിന്റെ ഒരു പ്ലാനും എൻ്റെ അടുത്ത് നടക്കില്ല. എൻ്റെ പൊന്നാനന്ദേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല. ഈ കുടുംബത്തിൽ പിടിച്ചു നിൽക്കാൻ നീ ഇങ്ങനെ പല നമ്പറുകളും ഇടുന്നേ എനിക്കറിയാം. ഈ കല്യാണം കഴിയുന്നത് കൂടെ ബാലച്ചൻ കടക്കണിയിലാകരുത്, അത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ അനിയത്തിയുടെ കല്യാണം എങ്ങനെ നടത്തണമെന്നേ എൻ്റെ അച്ഛനും ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം. നിന്റെ ഉപദേശമൊന്നും അവർക്ക് എന്തായാലും വേണ്ടി വരില്ല, എനിക്ക് ഒട്ടും വേണ്ടി വരത്തില്ല എന്ന് ദേവിയുടെ ആനന്ദ ദേഷ്യപ്പെട്ട് പറയാ. ഈ കല്യാണം കഴിയുന്നത് വരെ മാത്രമാ നിന്റെ ഇവിടുത്തെ താമസം, മനസ്സിലാകുന്നുണ്ടല്ലോ? അത്രയും ദിവസം നീ ഇവിടെ താമസിക്കുന്ന വെറും ഒരു ഗസ്റ്റായിട്ട് മാത്രം എൻ്റെ മനസ്സിൽ. ഈ കുടുംബത്തോട് നിനക്ക് അത്രയും ഉത്തരവാദിത്തത്തിൻ്റെ ആവശ്യമുള്ളൂ. ഒരു ഗസ്റ്റിന് ഒരു കുടുംബത്തോടുള്ള ഉത്തരവാദിത്തം. ഷോ ആനന്ദേട്ട, ഒച്ച വെക്കല്ലേ. ഞാൻ ഒച്ച വെക്കാതിരിക്കണമെങ്കിൽ നീ ഇങ്ങനത്തെ ചൊറിഞ്ഞ വർത്താനവും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്നോടൊന്ന് ക്ഷമിക്കുക ആനന്ദേട്ട എന്ന് ദേവി അപ്പോൾ പറയാൻ കേട്ടോ. എന്നിട്ട് ദേവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു വരിക. ഈ കല്യാണം ഒന്ന് കഴിയുന്നത് വരെയും ഒരപശബ്ദങ്ങളും ഈ കുടുംബത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആനന്ദേട്ടന് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? എല്ലാവരുടെ മുന്നിലും പരസ്പരം സ്നേഹിക്കുന്ന ഭാര്യയും ഭർത്താക്കന്മാരുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അഭിനയിക്കാം. ആനുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, അത് നമ്മളായിട്ട് കുളവാക്കരുത്. എന്താ ആനന്ദേട്ടനും അതല്ലേ വേണ്ടത് എന്ന് ദേവി ആനന്ദിനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ആനന്ദ് ഒരു മറുപടിയും പറയുന്നില്ല. ദേവിയാണ് ആനന്ദിനെ നോക്കിക്കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുവാണ്. ആനന്ദേട്ടൻ്റെ മനസ്സിൽ തനിക്ക് ഇപ്പോൾ ഒരു സ്ഥാനമില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. ഇതേ സമയം രാവിലെ ദേവമംഗലത്തേക്ക് ഒരാൾ വരികയാണ് കേട്ടോ. അപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുമ്പം നമ്മുടെ ദേവി ഇറങ്ങി വരിക. ബാലേട്ടനില്ലേ എന്ന് ചോദിക്കുക അയാൾ. ഉണ്ടല്ലോ ബാലേട്ടാ എന്ന് വിളിക്കാം. അത് കല്യാണക്കത്തിൻ്റെ പ്രിൻറ്റിങ് കഴിഞ്ഞു, അത് പറയാൻ വന്നിട്ട് വന്നതാ എന്ന് അയാൾ പറയും. ആരാ ഗോമതി വന്നത്? അതോ പ്രസീന ബാലേട്ടാ, ദേ അനുക്കുട്ടിയുടെ കല്യാണക്കത്തുമായിട്ട് വന്നതാ എന്ന് നമ്മുടെ ഗോമതി പറയൂ കേട്ടോ. അതെയോ, ദാ വരുന്നു എന്നും പറഞ്ഞ് കുറച്ച് പൈസ എടുത്തുകൊണ്ട് ബാലനപ്പം ഇറങ്ങി വരും കേട്ടോ. എന്നിട്ട് പൈസ എണ്ണി തിട്ടപ്പെടുത്തി, ദാ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചതിലും 500 രൂപ കൂടുതലുണ്ട് എന്നും പറഞ്ഞ് ആ പൈസ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുക. കല്യാണത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കും, ഉറപ്പായിട്ട് നിങ്ങൾ വരണം. തീർച്ചയായിട്ടും വരും ബാലേട്ടാ. എന്നാൽ ശരി, ഞാൻ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിക്കുക. ആ ശരി എന്നും പറഞ്ഞ് അയാളെ യാത്ര അയക്കും കേട്ടോ. അതിനുശേഷം ആ കല്യാണക്കെട്ടിൻ്റെ വലിയ കവറുമായിട്ട് നമ്മുടെ ബാലനകത്തേക്ക് വരികയാണ് കേട്ടോ. തുറന്ന് നോക്കു ഗോമതി, എങ്ങനെയുണ്ടെന്ന്. അല്ല, കവറ് പൊട്ടിക്കാൻ വരട്ടെ, ആദ്യം എല്ലാവരും വിളിക്കുക എന്ന് പറയാം. മക്കളെ, ദേ ആനന്ദേ, ആകാശേ, എല്ലാവരും ഇങ്ങോട്ട് വന്നേ. എടാ ആനന്ദേ, ഇങ്ങോട്ട് വന്നേടാ. എന്താ അച്ഛൻ എന്താ ഈ വിളിച്ചു പോകുന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് ഇറങ്ങി വരികയാണ് കേട്ടോ. ആകാശിൻ്റെ പിന്നാലെ തന്നെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. മിത്രയും മീനുവും നമ്മുടെ ധർമ്മനും ആനന്ദും ദേവിയും ഒക്കെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. എന്താ കാര്യം? ഇപ്പം സുഗിനയും വന്നു. അതൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, കല്യാണക്കത്ത് വന്നു, ഞാനേ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം എന്നും പറഞ്ഞ് എടുക്കുക. ദേ ഇതാദ്യം നമുക്ക് പൂജാമുറി വെച്ച് പൂജിക്കണം, എന്നിട്ട് തുറന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഗോമതി ഒരെണ്ണം എടുത്ത് പൂജാമുറിയിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൂജാമുറി കൊണ്ട് വെച്ചതിന് ശേഷം ഗോമതി വന്ന് അടുത്തതും എടുക്കുക. ബാലേട്ട, ഇത് ഞാൻ ആർക്കും കൊടുക്കില്ല, ഇതേ എനിക്ക് വേണം എന്ന് പറയാം. അമ്മേ, അതങ്ങ് വെച്ചേ ആ കല്യാണക്കത്ത് എന്ന് ആകാശ് പറയാം. പോടാ, ഇതെനിക്ക് വേണം, ഇതേ എനിക്കൊരാവശ്യത്തിനാ എന്ന് പറയാണ് കേട്ടോ. എന്നാൽ ഗോമതി അതെടുത്തോ എന്ന് ബാലൻ പറയാം. ബാലേട്ട, അടുത്തതെടുത്ത് ബാലേട്ടനൊന്ന് എല്ലാവരുടെയും കേക്ക് വായിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ബാലൻ ആ കത്ത് തുറന്ന് വായിക്കുകയാണ്. ഞങ്ങളുടെ മകൾ അനുശ്രീ വിവാഹിതയാകുകയാണ്. റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ മിസ്റ്റർ വേണുഗോപാൽ മിസ്സസ് ജലജ വേണുഗോപാലിൻ്റെയും മകൻ ജീവനാണ് വരൻ എന്നും പറഞ്ഞ് ബാക്കി കൂടി വായിച്ച് കേൾപ്പിക്കുക. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുക. ഏറ്റവും അവസാനം ഉപചാരപൂർവം ആനന്ദ്, ശ്രീദേവി, ആകാശ്, മീനാക്ഷി, ആര്യൻ, മിത്ര എന്നിങ്ങനെ എല്ലാവരുടെയും പേരുകളുണ്ട്. ദേ ഇനി അധിക ദിവസങ്ങളില്ല, എല്ലാവരുടെ ക്ഷണിച്ചു തുടങ്ങണം എന്ന് പറയാണ് കേട്ടോ നമ്മുടെ ബാലൻ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, ബാലേട്ട, ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കാം. ചേച്ചി ധൈര്യമായിട്ട് പറ ചേച്ചി എന്ന് ധർമ്മം പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും ഗോമതി പറയും, താൻ പറയടോ. അത് അനുമോളുടെ കല്യാണത്തിന് ആദ്യമായിട്ട് നമ്മൾ ആരെ ക്ഷണിക്കാൻ പോകുന്നേ? ആരെ ക്ഷണിക്കണം, താൻ പറ എന്ന് ചോദിക്കാം. അത് ആദ്യമായിട്ട് ഈ കത്ത് കൊടുത്ത് ക്ഷണിക്കേണ്ടതേ ഞാൻ എൻ്റെ അമ്മയായിരിക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ അമ്മയെ ഈ കത്ത് കൊടുത്ത് ക്ഷണിച്ചോട്ടെ എന്ന് ഗോമതി ചോദിക്കുക. ബാലേട്ടന് എതിർപ്പില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോട്ടെ എന്ന് ഗോമതി വീണ്ടും ചോദിക്കുകയാണ് കേട്ടോ. അപ്പം ബാലൻ എന്തു പറയണമെന്നറിയാതെ നിൽക്കുകയാണേ. അത് കേൾക്കുമ്പം എല്ലാവർക്കും സന്തോഷം തന്നെ ആകുന്നത്. എന്താ ബാലേട്ട ഒന്നും മിണ്ടാത്തത്? ബാലേട്ടൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ബാലേട്ടൻ ഇഷ്ടമില്ലേ എന്ന് ചോദിക്കാം. എടോ,
ഞാനിപ്പോൾ ഇതിലെന്ത് പറയാനാ? താനത് പറഞ്ഞാലും ഇല്ലെങ്കിലും അനുവിൻ്റെ കല്യാണത്തിന് ഞാൻ ആദ്യം ക്ഷണിക്കുന്നത് ഇന്ദിരാമ്മയെ തന്നെ ആയിരിക്കും, പോരെ എന്ന് ഗോമതിയോട് ബാലൻ ചോദിക്കുക. ഇപ്പം അമ്മയ്ക്ക് സന്തോഷമായല്ലോ എന്ന് മീനാക്ഷി ചോദിക്കാം. അതമ്മയുടെ മുഖം കണ്ടാൽ അറിയില്ലേ എന്ന് അപ്പം ശ്രീദേവിയും പറയാൻ കേട്ടോ. അതെ, ഓരോരുത്തർക്കും വേണ്ട കത്ത് എത്രയാണെന്ന് വെച്ചാൽ എടുത്തോളുക എന്ന് പറയാം. അപ്പം ആദ്യം തന്നെ അതിൽ നിന്ന് കുറേ എണ്ണം വാരി എടുത്തുകൊണ്ട് ധർമ്മം പോവാം. നിനക്കെന്തിനാടാ ഇത്രയും കത്ത് എന്ന് ബാലൻ ചോദിക്കുക. എനിക്ക് കുറേ പേരെ വിളിക്കാനുണ്ട്. അല്ല, സുകന്യയുടെ ബന്ധുക്കളെയൊക്കെ ക്ഷണിക്കണ്ടേ? ക്ഷണിക്കണം എന്നുള്ള രീതി നിൽക്കുക. അല്ല, കല്യാണത്തിന് ക്ഷണിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ ചേച്ചി എന്ന് ധർമ്മം ചോദിക്കുക. അത് മാമൻ പറഞ്ഞത് ശരിയാ, ആരെയും വിട്ടുപോകാൻ പാടില്ല. അപ്പോഴത്തേക്കും പെട്ട് ആകാശ് പറയും, രവീന്ദ്രൻ അങ്കിളിനെ ആൻറ്റിയും ഞാനും മീനും കൂടി പോയി വിളിച്ചോളാം എന്ന് പറയാം. ശരി എന്ന് ബാലൻ പറയാം. ആദ്യം ദേവിമോളുടെ വീട്ടിൽ നിന്ന് കല്യാണം വിളിച്ചു തുടങ്ങാം എന്ന് ഗോമതി പറയാം. മൂത്ത മരുമോള് ദേവിമോളല്ലേ, അപ്പം അവിടെ നിന്ന് വേണം വിളിച്ചു തുടങ്ങാൻ എന്ന് പറയണം കേട്ടോ. അപ്പോൾ ആനന്ദന് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ബാലൻ പറയും, അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇന്ന് തന്നെ ഉദയഭാനു സാറിൻ്റെ വീട്ടിലേക്ക് പോകാം. അയ്യോ, അതൊന്നും വേണ്ടച്ചാ എന്ന് ആനന്ദ് പറയാം. അതെന്നാടാ അത് വേണ്ടാത്തത് എന്ന് ഗോമതി ചോദിക്കുക. ഉദയഭാനു അങ്കിളിനെ ഞാൻ പോയി ക്ഷണിച്ചോളാം എന്ന് ആനന്ദ് പറയാം. ഏയ്, അത് ശരിയല്ലല്ലോ, ഞങ്ങളല്ലേ വന്ന് ക്ഷണിക്കേണ്ടത് എന്ന് ബാലൻ പറയാണ്. അച്ഛനിപ്പം കല്യാണത്തിന് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ, അച്ഛന് ഒരുപാട് പേരെ ക്ഷണിക്കാനില്ലേ? ഉദയഭാനു അങ്കിളിനെ ഞാൻ ക്ഷണിച്ചോളാന്നേ. ആ സമയത്ത് അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരെ ക്ഷണിക്കാലോ എന്ന് ആനന്ദ് പറയാം. ഓ, അതും ശരിയാ എന്ന് ഗോമതി അപ്പം പറയാം. അപ്പം ശ്രീദേവിയും പറയും, ആനന്ദേട്ടൻ പറയുന്നതിലും കാര്യമുണ്ട്, ഇനി നമുക്ക് കുറച്ച് സമയങ്ങളല്ലേ ഉള്ളൂ, അച്ഛന് ആനന്ദേട്ടൻ ക്ഷണിച്ചാലും മതിയല്ലോ എന്ന് ദേവി കൂടി പറയുമ്പോൾ ബാലനും ഗോമതിയും അതിന് സമ്മതം പറയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങനെയാണ് തീരുമാനമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്താൽ മതി. ആനന്ദേ, ഉദയഭാനു സാറിനുള്ള കത്ത് ഇതിൽ നിന്ന് വന്നെടുത്തോ എന്ന് ബാലൻ ആനന്ദിനോട് പറയും. അതെ, കല്യാണത്തിന് അധിക ദിവസം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും ഗോമതി നേരിട്ട് വന്ന് ക്ഷണിക്കാത്തതെന്ന് നീ പ്രത്യേകം പറയണം. അച്ഛൻ അതൊന്നും ഓർത്ത് ഒരു ടെൻഷനും അടിക്കണ്ട, അതൊക്കെ ഞാൻ പറഞ്ഞോളാന്നേ എന്ന് ആനന്ദപ്പ അവരോട് പറയാം. എന്നാൽ പിന്നെ ആ ടെൻഷന് മാറിക്കിട്ടി. പക്ഷേ ആനന്ദിൻ്റെ ഈ തിടുക്കമൊക്കെ കാണുമ്പം ദേവിക്ക് സങ്കടം വരികയാണ് കേട്ടോ. തൻ്റെ അച്ഛനെ മനഃപൂർവ്വം തഴയുവാണ് ആനന്ദേട്ടൻ എന്ന് ബോധ്യപ്പെടുക. ഇതേ സമയം നമ്മുടെ ഗോമതി ആണെങ്കിൽ പാത്തും പതുങ്ങിയും കൃഷ്ണമംഗലത്ത് പയ്യെ എത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ അച്യുതൻ അവിടെ നിൽപ്പുണ്ട്. അച്യുതൻ ആ മുറ്റത്ത് തന്നെ നിന്ന് ഫോൺ വിളിക്കുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ഗോമതി പെട്ടെന്ന് അവിടെ നിങ്ങോട്ട് മാറി നിൽക്കുവേ. അമ്മ ഇപ്പോഴെങ്ങാനും വരുമോ എന്നറിയാനായിട്ട് വീണ്ടും അച്യുതൻ അങ്ങ് പോയി കഴിയുമ്പം എത്തി കുത്തി നോക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്ദിരാമ്മ ഇറങ്ങി വരിക. ഇന്ദിരാമ്മയെ പയ്യെ വിളിക്കുവേ. അപ്പോൾ ഗോമതി അവിടെ നിന്ന് വിളിക്കുന്ന കാണുന്ന ഇന്ദിരാമ്മ അടുത്തേക്ക് ചെല്ലും. ഞാൻ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുക, അമ്മയെ പുറത്തേക്കൊന്നും കണ്ടില്ലല്ലോ. പുറത്തേക്കൊന്നും ഇറങ്ങാൻ തോന്നിയില്ല മോളെ, ഇത്രയും നേരം കിടക്കുമായിരുന്നു. എന്തു പറ്റി അമ്മേ, പനി വല്ലതും ഉണ്ടോ എന്ന് ഗോമതി ചോദിക്കേ. ഏയ്, പനിയൊന്നുമില്ല, വല്ലാത്തൊരു ക്ഷീണം, അതുകൊണ്ട് അങ്ങ് കിടന്നതാ മോളെ. അല്ല, ഇതെന്താ നിൻ്റെ കയ്യിൽ കത്തൊക്കെ എന്ന് ചോദിക്കുക. ഇത് തരാനാ അമ്മയെ കാത്ത് ഞാനിവിടെ നിന്നത്. ഇതെന്താ മോളെ? അനുമോളുടെ കല്യാണ കത്താ, പ്രസ്സിൽ നിന്ന് ഇപ്പം പ്രിൻ്റ് ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. ആദ്യം ഞാൻ അമ്മയല്ലേ ക്ഷണിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇന്ദിരാമ്മയുടെ കയ്യിലേക്ക് അത് കൊടുക്കുകയാണ് കേട്ടോ. ഇന്ദിരാമ്മ വളരെ സന്തോഷത്തോടു കൂടിയാ അത് തുറന്നു നോക്കുന്നത്. കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്താ സങ്കടം വന്നോ എന്ന് അപ്പം ചോദിക്കുക. അമ്മ എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് മോളെ സന്തോഷം കൊണ്ടാ. ഒരുമിച്ചിരുന്ന് ഈ കല്യാണത്തിന് സദ്യ കഴിക്കുന്നത് അമ്മയ്ക്ക് ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ മോളെ, ഈ ഇരു കുടുംബത്തുള്ളവരും കൂടി ചേർന്ന്. ആ ഒരു ആഗ്രഹമെങ്കിലും നടത്തി തരണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, പക്ഷെ ഒരിക്കലും നടക്കില്ല അപ്പം അത് കേൾക്കുമ്പം ഗോമതിക്കും കരച്ചിൽ വരിക. മോളെ കണ്ണു തുടക്ക്, ഞാൻ ഓരോന്നും പറഞ്ഞ് മോളെ കൂടി വേദനിപ്പിച്ചു. പയ്യൻ എവിടുന്നാ? നല്ല കുടുംബമാണോ? ബാങ്കിലെ അമ്മേ ജോലി. നല്ല കുടുംബം അമ്മേ, അച്ഛനും അമ്മയും ഒരു ചേച്ചിയേ ഉള്ളൂ. ചേച്ചിയുടെ കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാ, അവരും ഭർത്താവും ഒക്കെ പുറത്താ എന്ന് പറയൂട്ടോ. ഇത്രയും വേഗം അനുമോളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചത് എന്തായാലും നന്നായി മോളെ എന്ന് ഇന്ദിരാമ്മയും പറയാണ് കേട്ടോ. ആ അലോകിൻ്റെ പിടിയിൽ നിന്നും അനുമോള് രക്ഷപ്പെട്ടു പോയത് നന്നായി. അവൻ്റെ മനസ്സിലിരിപ്പൊന്നും ശരിയല്ല മോളെ എന്ന് ഇന്ദ്രമ്മ പറയാം. എന്തായാലും ഇത്രയും നല്ലൊരു ആലോചന വന്നത് അനുമോളുടെ ഭാഗ്യം അമ്മേ. എടിപിടിന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചതും അലോക് കാരണമാ എന്ന് പറയാം. കല്യാണത്തിന് ഞാൻ എന്തായാലും വരും എന്ന്. നിൻ്റെ ഏട്ടന്മാരെ പ്രതീക്ഷിക്കൊന്നും വേണ്ട, അവർ വരാനൊന്നും പോകുന്നില്ല. ഒരു കണക്കിന് അവർ വരാത്തതാ നല്ലത്, എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താമേ, എന്താ കാര്യം എന്ന് അപ്പം ചോദിക്കാം. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്